നമസ്കാരം. പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട സഹോദരങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമിക്ക് പട്ടയം സ്വന്തമാക്കാൻ ഭരണപക്ഷ ജനപ്രതിനിധി നീക്കം ആരംഭിച്ചെന്നും ഇതിന് ഉദ്യോഗസ്ഥർ ഒത്താശ ചെയ്യുന്നതായും വെളിപ്പെടുത്തൽ. ദേവികുളം താലൂക്കിൽ കീഴാന്തൂർ വില്ലേജിൽ ബ്ലോക്ക് നമ്പർ 52 ഉൾപ്പെട്ട 0.4320 ഹെക്ടർ സ്ഥലത്തിന് പട്ടയം സ്വന്തമാക്കാൻ പ്രദേശത്തെ ജനപ്രതിനിധി നീക്കം നടത്തുന്നതായിട്ടാണ് കാന്തല്ലൂർ കീഴാന്തൂർ സ്വദേശി മുരുകൻ്റെ വെളിപ്പെടുത്തൽ. ദശാബ്ദങ്ങൾക്ക് മുൻപ് മുതൽ പിതാവ് സോമസുന്ദരത്തിൻ്റെ കൈവശത്തിലിരുന്നതും പിന്നീട് താനും സഹോദരൻ പളനിസ്വാമിയും കൃഷി ചെയ്തു വന്നിരുന്നതുമായ ഭൂമി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജനപ്രതിനിധി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും ഇതിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും സഹോദരങ്ങളിൽ ഒരാളായ മുരുകൻ പറഞ്ഞു. എൻ്റെ പേര് മുരുകൻ. ഞാൻ കീഴാന്തൂരിലെ സോമസുന്ദരകുമാറിൻ്റെ മകനാണ്. മൂത്ത മകൻ. രണ്ടാമത്തെ ഒരു മകനുണ്ട്. ഞങ്ങളുടെ ചേട്ടനും അനിയന്മാർ മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഞങ്ങൾക്ക് ഈ വസ്തു മാത്രമേ ഉള്ളൂ. ഇത് എനിക്ക് വയസ്സ് ഇപ്പോൾ 57 ഈ 57 കൊല്ലം കൊണ്ട് ഈ സ്ഥലം ഞങ്ങളുടെ കൈവശമാണ്. കീഴാന്തൂർ വില്ലേജിൽപ്പെട്ടതാണ് സ്ഥലം. പെരുവെള്ളം വളവ്. ആ സ്ഥലത്തിൽ 1 ഏക്കർ 24 സെൻറ്റ് സ്ഥലമുണ്ട്. ഞങ്ങളെ പിള്ളേരായിട്ട് ഞങ്ങൾക്ക് എനിക്ക് ജനിച്ചത് 3 ആൺമക്കൾ, അനിയനും 4 പെൺകുട്ടികൾ. ഞങ്ങൾക്ക് ഈ സ്ഥലം മാത്രമേ ഉള്ളൂ. ഈ സ്ഥലം വെച്ചാണ് ഞങ്ങൾ കഞ്ഞി കുടിച്ചുകൊണ്ട് നടന്നത്. 3 പ്രാവശ്യം ഞങ്ങൾ മരം വെട്ടി. അങ്ങനെ ഈ സ്ഥലം ഞങ്ങളെ പറ്റിക്കാനായിട്ട് എല്ലാവരും നോക്കുന്നുണ്ട്. പറ്റിക്കുന്നെന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അടുത്ത് തടി മുരിച്ചോളാമെന്ന് പറഞ്ഞാണ് മേടിച്ചിട്ട് ഇപ്പോൾ അവർ എൻ്റെ സ്ഥലമാണെന്ന് പറഞ്ഞ് റെക്കോർഡാക്കുക. ഞങ്ങളൊരു പാവപ്പെട്ട താഴ്ത്തപ്പെട്ട രാജ്യക്കാരാണ്. ഇത് ബന്ധപ്പെട്ട ഈ തടി മുരിക്കാനായിട്ട് വന്നതാണ് ഞങ്ങളുടെ അടുത്ത് ചോദിച്ചത്. പക്ഷേ തടി മുറിച്ചോ എന്ന് പറഞ്ഞ് ഞങ്ങൾ കുറേ കാശ് മേടിച്ചു. കുറേ കാശെന്ന് പറഞ്ഞാൽ 20,000 രൂപ മേടിച്ചു. ഈ 20,000 കൊണ്ടും തടി മുറിച്ചില്ല. ഞങ്ങളുടെ അച്ഛൻ കണ്ണു കാണാത്തൊരു ബാക്കിയാണ്. ഞങ്ങളുടെ അച്ഛൻ മരിച്ചപ്പോൾ നിങ്ങളുടെ അച്ഛൻ കച്ചവടമാക്കി എന്ന് പറഞ്ഞ് ഈ സ്ഥലം ഞങ്ങളുടെയാണെന്ന് പറഞ്ഞ് ആഗ്രഹിക്കുന്നുണ്ട്. അച്ഛനും ഞാനും എല്ലാവരും കൂടിയാണ് ഈ 20,000 രൂപ മേടിച്ചത്. ഇപ്പം അവസ്ഥ ഞങ്ങളുടെ സ്ഥലമാണെന്ന് പറഞ്ഞാൽ അവർ കേസിൽ നടക്കുക. ഞങ്ങളെ കേസിനൊന്നും പോകുന്നില്ല. കേസിൽ ഞങ്ങളും കുറേ കാശ് മുടക്കി പോയി. പിന്നെ അത് വയ്യാണ്ട് കൊണ്ട് ഞങ്ങളിപ്പോൾ വിട്ടിരിക്കുകയാണ്. ഇപ്പം ഞങ്ങൾക്ക് ഞങ്ങളുടെ സ്ഥലം വേണം. സ്ഥലവും ഞങ്ങളുടെ മരവും ഞങ്ങൾ തന്നെ മുറിക്കുള്ളൂ. ഇതിൽ പേപ്പറൊക്കെ ഞങ്ങൾ റെഡിയാക്കി കൊടുത്തിട്ടുണ്ട്. വില്ലേജുകാർ പറയുന്നു ഹൈക്കോർട്ടിലാണ് ഈ കേസ് എന്ന് പറയുന്നത്. വില്ലേജുകാരുടെ അടുത്ത് പോയി ചോദിച്ചപ്പോൾ ഹൈക്കോർട്ടിൽ കേസാണ്, ഇത് ഹൈക്കോർട്ടിൽ പോയി ചേർക്കാൻ പാടില്ലേ എന്നാണ് വില്ലേജുകാർ പറയുന്നത്. പക്ഷേ ഞങ്ങൾ ചെയ്തു. കേപ്പ, ഗോതമ്പ, പിന്നെ ഈ ചെനയെന്ന് പറയും. ആ ചെനയുടെ സാധനമൊക്കെ ഞങ്ങൾ വിതച്ച് ഞാനും അച്ഛനും ഞങ്ങളുടെ പിള്ളേരായിട്ട് കൊയ്തിട്ടുണ്ടത് ഞങ്ങൾ കഞ്ഞി കുടിക്കാൻ വേണ്ടി. ദശാബ്ദങ്ങൾക്ക് മുൻപ് മുതൽ പിതാവ് സോമസുന്ദരത്തിൻ്റെ കൈവശത്തിലിരുന്നതും പിന്നീട് താനും സഹോദരൻ പളനിസ്വാമിയും കൃഷി ചെയ്തു വന്നിരുന്നതുമായ ഭൂമി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് ജനപ്രതിനിധി തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നതായും ഇതിന് റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ കൂട്ടുനിൽക്കുന്നതായും സഹോദരങ്ങളിൽ ഒരാളായ മുരുകൻ പറഞ്ഞു. നിലവിൽ തങ്ങൾ ഇക്കാര്യത്തിൽ നിയമ നടപടികൾ ആരംഭിച്ചെന്നും നീതി ലഭിക്കും വരെ പോരാട്ടം തുടരുമെന്നും മുരുകൻ വ്യക്തമാക്കി. പിന്നോക്ക വിഭാഗത്തിൽപ്പെടുന്നവരാണ് തങ്ങൾ. പിതാവിനൊപ്പം കൃഷി ചെയ്താണ് തങ്ങൾ കുടുംബം പോറ്റിയിരുന്നത്. തങ്ങൾ കൃഷി ചെയ്തിരുന്ന ഭൂമിയാണ് ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് തട്ടിയെടുക്കാൻ ശ്രമിക്കുന്നത്. ഭൂമിയിൽ അവകാശവാദം ഉന്നയിച്ച് ഇയാൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. ഭൂമി സംബന്ധിച്ച് കോടതിയിൽ ഇയാൾ സമർപ്പിച്ചിട്ടുള്ള രേഖകൾ രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ച് തരപ്പെടുത്തിയതാണെന്നാണ് കരുതുന്നത്. കോടതി നടപടികൾ നടന്നു വരുന്നതിനിടെ ഈ ഭൂമി സംബന്ധിച്ച് തഹസിൽദാർ റിപ്പോർട്ട് നൽകിയതിലും ദുരൂഹതയുണ്ട്. ഇക്കാര്യത്തിൽ ഉന്നത അധികൃതർ ഇടപെട്ട് വിശദമായ അന്വേഷണം നടത്തണമെന്നും തങ്ങൾക്ക് അവകാശപ്പെട്ട ഭൂമി ലഭ്യമാക്കാൻ സർക്കാർ അടിയന്തര നടപടികൾ സ്വീകരിക്കണമെന്നും മുരുകൻ ആവശ്യപ്പെട്ടു. M4 മലയാളം, കാന്തല്ലൂർ.